വാക്കുകൾ കൊണ്ട് യുദ്ധങ്ങൾ ജയിക്കാൻ കഴിയില്ല. കഴിയുമായിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഒരു ചാമ്പ്യനാകുമായിരുന്നു. പ്രസംഗങ്ങൾക്ക് മിസൈലുകളെ തടയാനാവില്ല. മതപരമായ ഉത്തരവുകൾക്ക് വ്യോമതാവളങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ അവയ്ക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമുണ്ട്: കലഹത്തിന്റെ തീയിൽ എണ്ണയൊഴിക്കുക. മുനീർ ഇപ്പോൾ ചെയ്യുന്നതും അതാണ്. ഓഗസ്റ്റ് മാസത്തിൽ മുനീർ വീണ്ടും അമേരിക്കയിലെത്തി. 2 മാസത്തിനിടെ രണ്ടാമത്തെ യാത്ര. ഔദ്യോഗികമായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് മേധാവി ജനറൽ മൈക്കൽ കുറില്ലയുടെ വിരമിക്കൽ ചടങ്ങിനായിരുന്നു വരവ്. കുറില്ല അമേരിക്കൻ ജനറലുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പാകിസ്ഥാനെ മികച്ച പങ്കാളിയെന്ന് വിശേഷിപ്പിച്ചു. പകരമായി പാകിസ്ഥാൻ അദ്ദേഹത്തിന് നിഷാൻ ഇ ഇംതിയാസ് ബഹുമതി നൽകി ആദരിച്ചു. ഫ്ലോറിഡയിലെ ടാംബയിലെ ഒരു ഹോട്ടലിൽ പാകിസ്ഥാൻ പ്രവാസികൾക്കായി ഒരു ഈവന്റ് സംഘടിപ്പിച്ചു. മൊബൈൽ ഫോണുകളോ ക്യാമറകളോ അനുവദിച്ചില്ല. ഇവിടെയാണ് മുനീർ തന്റെ വിഷം ചീറ്റിയത്. മെയ് മാസത്തിലെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രസംഗം മുഴുവൻ ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷങ്ങളെക്കുറിച്ചായിരുന്നു. 3 ഞെട്ടിക്കുന്ന പ്രസ്താവനകൾ അദ്ദേഹം നടത്തി. ആദ്യം ആണവ ഭീഷണി. ഞങ്ങൾ ആണവരാഷ്ട്രമാണ്. ഞങ്ങൾ തകരുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഞങ്ങളോടൊപ്പം തകരും. പാകിസ്ഥാൻ സൈന്യാധിപൻ ലോകത്തിന്റെ പകുതി ആണവായുധം കൊണ്ട് നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. രണ്ടാമത് അണക്കെട്ടുകൾ തകർക്കുന്നതിനെക്കുറിച്ച്. മെയ് മാസത്തിലെ കശ്മീരിലെ പഹൽഗാം ഭീകരവാദ ആക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു ജല കരാർ ഉടമ്പടി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് മുനീറിന്റെ പ്രസംഗം ഇങ്ങനെയാണ്: ഇന്ത്യ ഒരു അണക്കെട്ട് പണിയാൻ ഞങ്ങൾ കാത്തിരിക്കും. അത് പണിഞ്ഞു കഴിഞ്ഞാൽ 10 മിസൈലുകൾ കൊണ്ട് തകർക്കും. ഇൻഡസ് നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല. മിസൈലുകൾക്ക് ഞങ്ങൾക്ക് കുറവുമില്ല. മുനീറിന് അറിയില്ലായിരിക്കാം, പക്ഷേ അണക്കെട്ട് തകർക്കൽ യുദ്ധക്കുറ്റമാണ്. റഷ്യ യുക്രൈനിൽ അത് ചെയ്തപ്പോൾ ലോകം രോഷാകുലരായി. പക്ഷെ മുനീറിന്റെ വാക്കുകൾക്ക് കാര്യമായ പ്രതികരണങ്ങളൊന്നുമില്ല. മൂന്നാമത് വല്ലാത്തൊരു ഉപമയിലൂടെ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ തിളങ്ങുന്ന മെഴ്സിഡസ് ആണ്. ഹൈവേയിൽ ഫെറാറിയെ പോലെ പായുന്നു. പക്ഷെ ഞങ്ങൾ ചവർ നിറച്ച ട്രക്കാണ്. ട്രക്ക് കാറിനെ ഇടിച്ചാൽ ആർക്കാണ് നഷ്ടം? മുനീർ അറിയാതെ സത്യം പറഞ്ഞതാണ്. ഇന്ത്യ ശക്തവും വേഗമുള്ളതുമാണ്, പാകിസ്ഥാൻ ചരൽക്കൂട്ടവും. പക്ഷേ ഇന്ത്യയുടെ ഫെറാറി ഒറ്റയ്ക്കല്ല. റഫാൽ ജെറ്റുകൾ, S-400, ബ്രഹ്മോസ് മിസൈലുകൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ഈ വാഹനം പായുന്നത്. മുനീറിന്റെ വാക്കുകൾ ഒരു പ്രൊഫഷണൽ സൈനികന്റേതല്ല, ഒരു ഭ്രാന്തന്റെ വിളിച്ചു പറച്ചിൽ പോലെ തോന്നി. ആണവ അന്ത്യം, അണക്കെട്ട് നാശം, സ്വന്തം രാജ്യത്തെ ചവറ്റുകൊട്ടയുമായി താരതമ്യപ്പെടുത്തുക. പാകിസ്ഥാനിൽ പോലും വളരെ താഴ്ന്ന നിലവാരത്തിലാണ് സംസാരം. ഇന്ത്യ മൗനം പാലിച്ചിരുന്നില്ല. പ്രതികരണം കൃത്യമായിരുന്നു. ആണവ ഭീഷണി പാകിസ്ഥാന്റെ പതിവാണ്. സൗഹൃദ രാജ്യത്തിന്റെ മണ്ണിൽ ഇത്തരം വാക്കുകൾ ഖേദകരമാണ്. ഇന്ത്യ ആണവ ഭീഷണികൾക്ക് വഴങ്ങില്ല. ദേശീയ സുരക്ഷയ്ക്ക് എല്ലാ നടപടികളും തുടരും. ഇന്ത്യ 2 പോയിന്റുകൾ ചൂണ്ടിക്കാട്ടി. ഒന്ന്, അമേരിക്കയുടെ ഫ്ലോറിഡയിൽ ട്രംപിന്റെ സംസ്ഥാനത്ത് നിന്ന് യുദ്ധഭീഷണി. വാഷിംഗ്ടന് മൗനം. 2, പാകിസ്ഥാന്റെ ആണവ ഭീഷണി. തീവ്രവാദ ഗ്രൂപ്പുകളുമായി കൈകോർക്കുന്ന സൈന്യമാണ് ആണവായുധം കൈകാര്യം ചെയ്യുന്നത്. ഇത് ലോകശക്തികളെ ഉണർത്തണം. എന്തുകൊണ്ട് മുനീർ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു? മെയ് മാസത്തിലെ സംഘർഷത്തിന് ശേഷം മുനീർ പാകിസ്ഥാനിൽ ഹീറോയായി. ഫീൽഡ് മാർഷൽ പദവി ലഭിച്ചു. പക്ഷേ ഇന്ത്യയെ തടയാൻ ആണവ ഭീഷണി എന്ന പഴയ തന്ത്രം ഉപയോഗിക്കുന്നു. ഇന്ത്യ അത് വിഴുങ്ങുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ ആണവായുധമില്ലാതെ ആക്രമിച്ചു. മുനീർ വീണ്ടും ആണവ ഭീഷണി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്തിനാണ് അമേരിക്കയെ തന്റെ വേദിയായി തെരഞ്ഞെടുത്തത്? ഒരുപക്ഷെ അദ്ദേഹം US-ഉമായുള്ള ഇന്ത്യയുടെ വഷളായ ബന്ധത്തെ ചൂഷണം ചെയ്യുകയായിരിക്കാം. സ്വന്തം പാത വെട്ടിത്തെളിക്കുന്ന ഒരു ശക്തി കേന്ദ്രമാണ് ഇന്ത്യ. ട്രംപിന്റെയോ ഷീ ജിൻപിങ്ങിന്റെയോ താളത്തിന് തുള്ളുന്ന പാവയല്ല. മുനീറിന്റെ ട്രക്ക് തകർച്ചയിലേക്ക് പോകുമ്പോൾ ഇന്ത്യ പുരോഗതിയുടെ പാതയിൽ മുന്നേറുന്നു.